friends, welcome to Vismaya. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് അടുത്തായി, ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, സീരീസ് ആയിട്ട് ഞാൻ ക്രിസ്മസിൻ്റെ കുറച്ചുകൂടെ ഡിസംബർ മാസമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് തീമിലുള്ള കുറച്ച് ക്രാഫ്റ്റുകളും അല്ലാതെ നമ്മൾ സാധാരണ ക്രാഫ്റ്റുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇത് കുറേ ആൾക്കാർ ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ കൊപ്പിടിച്ചതൊന്നും ആരും പറയണ്ട. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് കിഡിലനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ സ്റ്റിക്കേഴ്സ് പോലെ. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ വല്ല നമുക്ക് കൈകൊണ്ട് തന്നെ വരച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ ഫുള്ള് കൈകൊണ്ട് വരച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൈകൊണ്ടല്ല വരച്ചിട്ടുള്ളത്, ഇങ്ങനെ ട്രേസ് എടുത്തിട്ടാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം ആരും മറക്കരുത്, എന്നും വൈകുന്നേരം 7 മണിക്കാണ്. അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്നും നല്ല ഒരാളായിട്ട് അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. പിന്നെ രാവിലെ നമ്മൾ 10 മണി സമയത്തായിട്ട് ഞാൻ കുഞ്ഞു വല്ല ഷോർട്സ് ഇടാം, ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ വല്ല ഷോർട്സ് ആവും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലെയിൻ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു നോർമൽ A4 ഷീറ്റാണ്, A3 ഷീറ്റോ അങ്ങനെ ഒന്നുമല്ല, A4 ഷീറ്റ്. പിന്നെ എൻ്റെ ഐപാഡിൽ ഞാൻ ഓൾറെഡി ഗാലറിയിലൊരു 2 ക്യൂട്ട് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്രിസ്മസ് തീമിലുള്ളത്. സ്നോമാൻ്റെയും അതുപോലെ നമ്മളെ സാൻഡയുടെയും. ഒരു ക്യൂട്ട് സാൻഡയും അതുപോലെ ക്യൂട്ട് സ്നോമാനുമാണ്. അത് നമുക്ക് ഇതിലേക്ക് ട്രേസ് ചെയ്യാം. പക്ഷേ ഞാൻ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഇട്ടിട്ടും ഇവിടുന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അകത്ത് പോയിരുന്നു. അകത്ത് ഇരുന്നപ്പോഴേക്ക് നന്നായിട്ട് കാണുന്നുണ്ട്, പുറത്ത് നല്ല വെളിച്ചമുള്ളതുകൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു നോർമൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്യുന്നത്. വരച്ചെടുക്കുക, അതിൻ്റെ മേലെ കൂടെ പെൻസിൽ വെച്ചിട്ട് അതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ കളേഴ്സൊക്കെ നമ്മൾ അവസാനം കൊടുക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരയ്ക്കുന്നില്ല, സാൻഡിൻ്റെ മാത്രമാണ് ആദ്യം ഞാൻ വരയ്ക്കുന്നത്. ആ കഴിഞ്ഞിട്ട് നമ്മൾ സ്നോമാനെ വരയ്ക്കും. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ക്രിസ്മസ് തീം ക്യൂട്ട് പിക്ചേഴ്സ് അടിച്ചപ്പം എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വേറെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നില്ല. അത് ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോസില്ലേ, അത് നിങ്ങൾ എടുക്കരുത്. ഇതുപോലത്തെ ക്യൂട്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെ എടുക്കണ്ട കേട്ടോ നല്ലത്. അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും, അത് എടുക്കണ്ട. അതെടുത്ത് നമുക്ക് എത്ര ട്രേസ് ചെയ്താലും അത് ട്രേസ് ചെയ്താന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നല്ല രസമായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു നോർമൽ പെൻസിൽ വെച്ചിട്ട്. ഇനി നമുക്ക് അതിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കുഞ്ഞ ടൈപ്പ് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ രണ്ടുമേ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിലൊന്നും കളർ ചെയ്യുന്നില്ല, വരച്ചതിൻ്റെ അതിൽ കൂടെ തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഡൊമക്സിൻ്റെ ഇത് കുഞ്ഞിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഹൗ ഐ റൈറ്റ് കാലിഗ്രഫി എന്ന് ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്കെച്ച് കുഞ്ഞിയതാണിത്. ഇത് 30 രൂപ മറ്റുള്ളൂ ഈ സെറ്റിന്. അപ്പം ഇതിൽ ഞാൻ ബ്ലാക്ക് എടുത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞ് ടിപ്പാണ്, നിബിൻ്റെ കുഞ്ഞിതാണ്. മറ്റേ വലിയ സെറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് നിബ് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ജെൽ പെന്നൊക്കെ ഉണ്ടാവില്ലേ, അതായാലും എടുക്കാം കേട്ടോ. സ്കെച്ച് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്, കുഴപ്പമില്ല. എന്നിട്ട് ആ ഫോട്ടോയിലുള്ള പോലെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ വേഗം തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള കൈയും ഒക്കെ ആയിട്ടുള്ള സ്നോമാനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സാൻഡാക്കി കളർ ചെയ്യാം. എന്തായാലും റെഡ് തന്നെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ റെഡ് ഞാൻ ഫസ്റ്റ് തൊപ്പിക്കാണ് കളർ ചെയ്തത്. ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് പേടിച്ചു, കാരണം സ്കെച്ച് വെച്ച് കളർ ചെയ്യുമ്പം ഒരു പാട് പോലൊക്കെ വരാറുണ്ടല്ലോ, അതങ്ങനെ വന്ന് കൊളാവുമെന്ന്. കളർ പെൻസിൽ വെച്ച് കളർ ചെയ്യണോ എന്ന് ആലോചിച്ചു. പക്ഷേ കുഴപ്പമില്ല, സ്കെച്ച് വെച്ചിട്ട് അമർത്തി കളർ ചെയ്യരുത്. കണ്ടോ, അമർത്തി കളർ ചെയ്യാത്തതുകൊണ്ടാണ് വൃത്തിയിൽ വന്നത് കേട്ടോ. ലൈറ്റായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. സ്കെച്ച് കൊണ്ട് മറ്റേ പെൻസിൽ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് അതാണെന്നും കൂടി ഇഷ്ടം. പക്ഷേ എൻ്റെ പെൻസിലില്ല, കളർ പെൻസിലില്ല, കളർ ക്രയോൺസ് ആണുള്ളത്. അപ്പോൾ ഞാൻ സ്കെച്ച് എടുത്ത് സാൻഡയുടെ കണ്ണ് വരച്ചു കൊടുത്ത്. പിന്നെ എനിക്ക് സ്കിൻ കളറായിട്ട് അവിടെ നടുഭാഗത്തായിട്ട് സ്കിൻ കളർ കൊടുക്കണം. തടിയുമൊക്കെ വൈറ്റ് കഴിഞ്ഞാൽ കേട്ടോ സ്കിൻ കളർ കൊടുക്കണം. അവിടെ എനിക്ക് സ്കിൻ കളർ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ണിയാളൊരു ക്രയോൺസിൻ്റെ നിബ് മേൽഭാഗം ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ട് ഒരു മൊന പോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകുമ്പോൾ സുഖമായിട്ട് കളർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിഴലും കൈയൊക്കെ കാണുന്നത് നിറച്ചും നീലും മൃദുമൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ആകാംക്ഷയിൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ താടിയും ഒന്നും കൂടെ തിക്കിൽ വരച്ചു കൊടുത്തു, ഭയങ്കര തിന്നാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ സ്നോമാനും കളർ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ രണ്ടുപേരും കളർ ചെയ്തെടുത്തിട്ടുണ്ട്, സ്നോമാനും സാൻഡേനെയും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് സെല്ലോ ടേപ്പാണ്. ഇത് തിക്കായിട്ടുള്ള സെല്ലോ ടേപ്പാണ്. ഞാൻ മുമ്പ് ട്രൈ ചെയ്തപ്പോൾ തിന്നായിട്ടുള്ള സെല്ലോ ടേപ്പ് വെച്ചായിരുന്നു ചെയ്തത്. അതാകുമ്പോൾ ഒരു 2-3 സൈഡിലേക്ക് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്, ഫോട്ടോനനുസരിച്ച് ആവാൻ വേണ്ടിയിട്ട് 2-3 വട്ടം ചെയ്യേണ്ടി വരും. ഇത് ആകെ 2 വട്ടം ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ. ഒരു 3-4 വട്ടം മറ്റേത് ചെയ്യേണ്ടി വരും. തിന്നാവുമ്പോൾ തിക്കണമൊന്നും കൂടെ നല്ലത്. ഇതൊരു 40 രൂപയോ സംതിങ് ആണ്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം അത് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു, സാൻഡേനെ മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഫുൾ കവർ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇട്ടത്. വീഡിയോ 22 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ഇപ്പോൾ 9 മിനിറ്റ് 41 സെക്കൻഡാക്കി എടുത്തത്. എന്നാൽ നമുക്ക് ഈ സ്നോമാനെയും സാൻഡേനെയും ഏകദേശം അവരുടെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് ആ സൈഡത്തെ വൈറ്റ് ഒന്ന് കണ്ടുകൊണ്ടും വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്ക് രണ്ടും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സെല്ലോ ടേപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. കാരണം നമുക്ക് ബുക്കിലെടുത്ത് ഒട്ടിക്കാനായിട്ട് ഒരു മെത്തേഡ് വേണം. അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സാൻഡേനെ ഇതുപോലെ ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ വേഗം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീണ്ടും സെല്ലോ ടേപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിന് തിക്ക് സെല്ലോ ടേപ്പ് തന്നെയാണ് കേട്ടോ ബെറ്റർ സ്റ്റിക്കർ ഉണ്ടാക്കണേന്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ സ്റ്റിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കിയില്ലേ ആ ഷേപ്പ്, അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കില്ല, ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു തന്നില്ല. അതുപോലെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വലിച്ച് പിടിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യുമ്പം ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യരുത്. സൈഡിൽ ഇത്തിരി ഭാഗം ഒന്നും ഇങ്ങനെ വിട്ടിട്ട് കറക്റ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്യരുത്. ഒന്ന് നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നീലുവിൻ്റെ ഒരു മാത്സ് നോട്ട്ബുക്കാണ്. നമ്മൾ കണ്ടോ, ഞാൻ ഇതിൽ ഗ്യാപ്പ് വിട്ടിട്ടാണ് വെട്ടി കൊടുത്തോണ്ട് തന്നെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒട്ടിക്കേണ്ടടുത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അമർത്തി കൊടുക്കണം. കണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടില്ല. ഇത് നീലുവിൻ്റെ ബുക്ക് മേട്ട് ഞാൻ ചെയ്തെടുക്കണേ. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ സ്റ്റിക്കറിൻ്റെ അതേപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഞാനും ടേപ്പ് സാൻഡേമ് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്തു, എന്നാലേ ഒട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് തന്നെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് കണ്ടോ, ഒരു ക്യാറ്റ് ഉണ്ട്, അതുപോലെ എന്തോ ഒരു ഫോക്സ് ഉണ്ട്, ഒരു പിഗ് ഉണ്ട്. ഇത് ഞാൻ സ്കെച്ച് കൊണ്ട് കളർ ചെയ്തുകൊണ്ട് അത്ര ഫിനിഷിങ്ങിൽ അങ്ങോട്ട് വന്നില്ല കേട്ടോ. പിന്നെ ഒരു ഭൂതത്താണ് ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു ക്യൂട്ട് ഗോസ്റ്റിനെ. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാനിത് നഴ്സിൻ്റെ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്, കമ്പ്യൂട്ടർ ബുക്ക്. അത് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറായിട്ട് അത് അവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അവരെന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ, ഇന്ന കളർ എനിക്ക് എടുത്തോന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തതും നഴ്സിൻ്റെ തന്നെ ബുക്കും ഹിന്ദി ബുക്കും ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നഴ്സിൻ്റെ തന്നെ വീണ്ടും EVS ബുക്കും ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. താഴത്താണ് ഒട്ടിച്ചത്. ഇത് ഡബിൾ ടേപ്പ് ബാക്കിലാക്കിയിട്ട് ഒട്ടിക്കാം, മറ്റേ രീതിയിൽ ഒട്ടിക്കാം. എനിക്ക് മറ്റേ രീതിയിൽ ഒട്ടിച്ചാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. ഇതാകുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. മറ്റേത് നല്ല ഒറിജിനൽ സ്റ്റിക്കറിൻ്റെ പോലെ തന്നെ ഇരിക്കും കേട്ടോ. എനിക്ക് ഡബിൾ ടേപ്പിനേക്കാൾ ഇഷ്ടമായത് നമ്മൾ നേരത്തെ ചെയ്ത സെല്ലോ ടേപ്പ് കൊണ്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക, എനിക്ക് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ അയച്ചു ചെയ്യാം. അപ്പോൾ അടുത്തൊരു സൂപ്പർ കില്ലിലൂടെ നമുക്ക് വീണ്ടും കാണുന്നതുവരേക്കും ബൈ.